അത്ഭുതമേശുവിൻ നാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാം. നിന്നിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, 30-31 വാക്യങ്ങളാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞിരുന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രയേൽ എന്ന പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ഈ സംഭവം എല്ലാവർക്കും സുപരിചിതമായ വിഷയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തനായ ഏലിയാവ് വളരെ ശക്തിയേറിയ ഒരു പ്രവാചകനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദേശത്ത് വിഗ്രഹാരാധന വർദ്ധിച്ചു വരുന്ന ആ കാലയളവിൽ ആഹാബും ഇസബേലും ജനത്തെ വഴിതെറ്റിച്ച് ബാലിൻ്റെ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിപ്പാൻ ഗുണം അവരെ പ്രേരിപ്പിച്ചിട്ട് അങ്ങനെ അവരുടെ ആരാധനകൾ മുഴുങ്ങി നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാവിനുണ്ടായത്, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് നടന്ന വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏലിയാവ് തന്നെ അതേ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞതിന് ശേഷം നടന്ന സംഭവങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. 3 വർഷക്കാലം ദേശത്ത് മഴയില്ലാതെ, ദേശത്ത് ക്ഷാമവും, അത് ക്ഷാമത്തിൽ തന്നെയല്ല, കന്നുകാലികൾക്ക് പോലും അല്ലെ രാജാവിൻ്റെ കഴുതകൾക്കോ കോവർ കഴുതകൾക്കോ കുതിരകൾക്കോ ഒന്നും ഒരു പുല്ല് പോലും കിട്ടാത്ത സമയത്ത് അവസാനം ദൈവം ആഹാബിനെ പുല്ല് പറിപ്പാൻ ഗുണം വിടുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ ഗുണം സാധിക്കും. അങ്ങനെ പോയ സന്ദർഭത്തിലാണ് ഒബദ്യാവെന്ന് പറഞ്ഞ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തൻ ഏലിയാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ആയിരുന്നു. അദ്ദേഹം ഏലിയാവിനെ പിന്നത്തേതിൽ കാണുന്നുണ്ട്. ഇതെല്ലാം സംഭവങ്ങൾ വളരെ വിശദമായിട്ട് ഓർപ്പിപ്പാൻ എനിക്കിവിടെ അവസരമില്ല. എന്നാൽ ഒരു കാര്യം ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേശത്ത് മഴ പെയ്യുവാൻ ഗുണം കാരണമാകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏലിയാവ് പറഞ്ഞ ആ കൃത്യസമയം കഴിഞ്ഞപ്പോൾ ദേശത്ത് മഴ പെയ്യിപ്പാൻ കൊണ്ട് ദൈവം ആഗ്രഹിച്ചു. അതിന് മുമ്പായിട്ട് കർമ്മേൽ പർവ്വതത്തിൽ സംഭവിച്ച ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് ഏലിയാവ് എല്ലാവരെയും കർമ്മേലിൽ കൂട്ടി. 400, 450, 850 പ്രവാചകന്മാർ അവിടെ കൂടി വന്നപ്പോൾ അവരോട് ഏലിയാവ് പറഞ്ഞ്, നിങ്ങൾ ആദ്യമേ ഒരു കാളയെ അറുത്ത് അതിനെ യാഗം കഴിക്കുക. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ദഹിപ്പിക്കുന്നുവെങ്കിൽ ആ ദൈവമാണ് ദൈവം. സത്യദൈവം തെളിയിപ്പാനുള്ള ഒരു മാർഗമാണ് ഏലിയാവ് കാണിച്ചു കൊടുത്തത്. എന്നാൽ ഈ പ്രവാചകന്മാരെല്ലാവരും അവർ 850 പ്രവാചകന്മാർ ഒന്നിച്ചു ചേർന്നിട്ട് അവർ രാവിലെ മുതൽ ഉച്ചവരെ അല്ലെ സന്ധ്യാസമയം വരെയും അവർ നിലവിളിച്ചിട്ടും അവരുടെ ദൈവം
ഒരു ഉത്തരമോ ശബ്ദമോ ഒന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഏലിയാവ് ചെയ്ത പ്രവൃത്തിയാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനം അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. പ്രിയ ദൈവജനമേ, നാം ദൈവത്തെ ആരാധിക്കുവാനും നാം ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെയും നാം കടപ്പെട്ടവരാണ്, നാം ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന പല കല്ലുകളുണ്ട്, യാഗപീഠത്തിൻ്റെ കല്ലുകളുണ്ട്. അത് നാം പുതുക്കി പണിതില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പുതുക്കി പണിത് യഹോവയുടെ നാമത്തിൽ അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തതിൻ്റെ പടിയായിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചേ ഉള്ളൂ. ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ആ യാഗപീഠത്തെ ദഹിപ്പിച്ചു. യഹോവ ആരെന്ന് അവിടെ തെളിയിപ്പാൻ ഇടയായി തീർന്നു. സർവ്വജനവും അല്ലെങ്കിൽ 850 പ്രവാചകന്മാരെ ഏലിയാവ് കിദ്രോൻ തോട്ടിനടുക്കി വെച്ച് വെട്ടിക്കൊന്നായിട്ട് നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഓർപ്പിക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. അതിനുശേഷമാണ് പറഞ്ഞത് ദേശത്ത് മഴ പെയ്യാൻ പോകുന്നു. അതാണ് നമ്മളവിടെ വായിച്ചത്. ദേശത്തിനെയും മഴ പെയ്യുവാൻ പോകുന്നു. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ക്രമപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കഴിയുമ്പോൾ നാം പ്രാർത്ഥിച്ചാൽ ദൈവം തക്ക സമയത്ത് ഉത്തരമരുളും. അതിന് യാതൊരു സംശയമില്ല എന്ന് ഏലിയാവിൻ്റെ ഈ ചരിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ എന്തൊക്കെ സാധിക്കും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്ത നമ്മളെ അനുഗ്രഹിക്കും. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.